നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുദ്ധക്കെടുതിയിൽ വലയുന്ന തെക്കൻ ലെബനനിലെ വൈദ്യർക്ക് സാന്ത്വനവും ഐക്യദാർഢ്യവുമായി ലിയോ 14 പാപ്പ. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന 10ഓളം വൈദികരുമായാണ് ബുധനാഴ്ച രാവിലെ മാർപ്പാപ്പ വീഡിയോ കോളിലൂടെ സംസാരിച്ചത്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും തളരാതെ അജപാലന ശുശ്രൂഷകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുന്ന വൈദികരെ അദ്ദേഹം അഭിനന്ദിച്ചു. സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായി കൊളംബിയ രാജ്യം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് 13 നടക്കുന്ന 4ാമത് ദേശീയ ജപമാല യജ്ഞത്തിന്റെ ഭാഗമായാണ് ഈ ചരിത്രപരമായ ചടങ്ങ് നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയ പരിവർത്തനത്തിലൂടെയാണ് കൊളംബിയയിലെ സമാധാനവും അനുരഞ്ജനവും കെട്ടിപ്പടുക്കുന്നതെന്നതാണ് ഇത്തവണത്തെ ജപമാല യജ്ഞത്തിന്റെ പ്രമേയം. വിവിധ ആത്മായ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് കൊളംബിയൻ മെത്രാൻ സമിതി പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊളംബിയ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചനം നേടാൻ ആത്മീയമായി ഈ സമർപ്പണം വലിയ കരുത്തു നൽകുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. അർമേനിയയിലെ പുരാതനമായ അപ്പസ്തോലിക സഭയെ അടിച്ചമർത്താൻ പ്രധാനമന്ത്രി നിക്കോൾ പാർഷ്യന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആസൂത്രിതമായി ശ്രമിക്കുന്നതായി പുതിയ റിപ്പോർട്ട്. ക്രിസ്ത്യൻ സോളിഡാരിറ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന ഗവൺമെന്റിന്റെ നടപടികളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വൈദികരെ അറസ്റ്റ് ചെയ്യുക, യാത്രാവിലക്ക് ഏർപ്പെടുത്തുക, ക്രിമിനൽ കേസുകളിൽ കുടുക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ സഭയെ രാഷ്ട്രീയ നിയന്ത്രണത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അർമേനിയയുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗൗരവമായി കണക്കാക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അബോർഷന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്ന കേസിലെ 30 ആഴ്ച വളർച്ചയെത്തിയ കുഞ്ഞ് ജനിച്ചത് ജീവന്റെ സംരക്ഷണത്തിലെ സുപ്രധാന വഴിത്തിരിവാണെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ്. കുഞ്ഞിന് ജനിക്കുവാനും ജീവിക്കുവാനുമുള്ള അവസരം നൽകിയ അമ്മയെയും കുടുംബത്തെയും ഫെലോഷിപ്പ് അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. ഗർഭാവസ്ഥയുടെ ഏത് ഘട്ടത്തിലും കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന നിലപാടിൽ CBCIയും പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പും നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു. കോടതി വിധി വന്ന സാഹചര്യത്തിലും കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന പ്രോ ലൈഫ് പ്രവർത്തകരുടെ പ്രാർത്ഥനയും ഇടപെടലും ഫലവത്തായതിലുള്ള സന്തോഷം ചെയർമാൻ സാബു ജോസ് പങ്കുവച്ചു. ലിയോ 14 മാർപ്പാപ്പയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്പെയിൻ സന്ദർശനത്തിന്റെ ഔദ്യോഗിക സമയക്രമം വത്തിക്കാൻ പുറത്തുവിട്ടു. ജൂൺ 6 മുതൽ 12 വരെ നീണ്ടു നിൽക്കുന്ന ഈ അപ്പസ്തോലിക യാത്രയിൽ മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്കാണ് പാപ്പ പ്രധാനമായും സന്ദർശനം നടത്തുക. ജൂൺ 6 മാഡ്രിഡിലെത്തുന്ന മാർപ്പാപ്പയ്ക്ക് വിമാനത്താവളത്തിൽ ഉജ്ജ്വലമായ ഔദ്യോഗിക സ്വീകരണം നൽകും. തുടർന്ന് സ്പെയിനിലെ ഫിലിപ്പ് രാജാവുമായും മറ്റു ഉന്നത സർക്കാർ പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന് 2ാം ദിവസം കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനത്തിൽ പ്രശസ്തമായ പ്ലാസ ഡി സിബൽസിൽ വെച്ച് പാപ്പ പൊതു ദിവ്യബലി അർപ്പിക്കും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.